നിലവിൽ സർക്കാർ ജുഡീഷ്യൽ കമ്മീഷന് നൽകിയിരിക്കുന്ന ടേംസ് ഓഫ് റെഫറൻസ് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഭൂമിയുടെ, അതായത് ഈ പറയുന്ന 404.76 ഏക്കർ സ്ഥലത്തിൻ്റെ കിടപ്പ്, സ്വഭാവം, വ്യാപ്തി. രണ്ട്, മുനമ്പത്തെ നിവാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഏതെല്ലാം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഈ പ്രശ്നം പരിഹരിക്കാൻ ആത്മാർത്ഥമായി സർക്കാർ ആഗ്രഹിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ക്ലോസുകളാണ് ഇതിലെ ടേംസ് ഓഫ് റെഫറൻസ് ഉള്ളത്. സത്യത്തിൽ ഈ നിയമം ആത്മാർത്ഥമായി പരിഹരിക്കാൻ ആത്മാർത്ഥമായ ശ്രമം സർക്കാർ നടത്തുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടാൻ, പൊതുസമൂഹത്തിന് ബോധ്യപ്പെടാൻ, ഇത് വഖഫ് ഭൂമിയല്ല എന്ന സത്യം അംഗീകരിക്കുകയാണ് വേണ്ടത്. വഖഫ് ഭൂമിയല്ല എന്നതിന് എത്ര തെളിവുകൾ ഉണ്ട്. ഒന്നാമത്തെ തെളിവ് ഈ പറയുന്ന ദ സോ കോൾഡ് വഖഫ് ഡീഡാണ്. വഖഫ് ഡീഡ് എന്ന് പറയുന്ന ആ രേഖയുടെ തലക്കെട്ട് മാത്രം വായിച്ച് ഇത് വഖഫാണ് എന്ന് പറയാൻ വഖഫ് ബോർഡിനെ ഇടയാക്കിയത് വഖഫ് ആക്ട് സെക്ഷൻ 40 വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ, അപ്പോൾ വഖഫ് ബോർഡ് ഇത് വഖഫ് ഭൂമിയാണെന്ന് വിശ്വസിക്കാൻ കാരണമായി വഖഫ് ബോർഡിനുള്ളത് ഒരേ ഒരു കാരണമാണ്. അത് ഈ ഡീഡിലുള്ള വഖഫ് ആധാരം എന്ന പ്രയോഗവും വഖഫായി നൽകുന്നു എന്ന പ്രയോഗവും മാത്രം. ആ പ്രയോഗം ഒറ്റ കാരണം കൊണ്ടാണ് വഖഫ് ബോർഡ് ഇതിനെ വഖഫ് ഭൂമിയായി 2009 പ്രഖ്യാപിക്കുകയും 2019 വഖഫ് ബോർഡിൻ്റെ ആസ്തി രജിസ്റ്ററിലേക്ക് എഴുതി ചേർക്കുകയും 2022 ഉടമസ്ഥാവകാശം പൂർണ്ണമായും ആ ജനത്തിൽ നിന്ന് പിടിച്ചടക്കുകയും ചെയ്തിട്ടുള്ളത്. തികച്ചും അന്യായമായ ഒന്നാണ്. സത്യത്തിൽ ഇന്ത്യ രാഷ്ട്രം ലജ്ജിച്ച് തലകുനിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇങ്ങനെ ഒരു കാരണം കൊണ്ട് എങ്ങനെയാണ് ഒരു ഭൂമിയെ വഖഫായി പ്രഖ്യാപിക്കാൻ കഴിയുക? അതേ ഡീഡ് തന്നെ ഒന്ന് ശ്രദ്ധാപൂർവം ഒന്ന് വായിക്കൂ. ക്രയവിക്രയം ചെയ്യാൻ അവകാശം അതിൽ എഴുതിയിട്ടില്ലേ? കണ്ടീഷൻ അതിൽ വച്ചിട്ടില്ലേ? ഈ ഫാറൂഖ് കോളേജ് നിന്നുപോയാൽ ഇത് തിരികെ എത്തണം എന്ന് പറയാനുള്ള കണ്ടീഷൻ, അങ്ങനെ കണ്ടീഷൻ ചെയ്യുന്നത് വഖഫാകില്ല എന്നാർക്കാണ് അറിയാത്തത്? ഇത്രയ്ക്ക് പട്ടാപ്പകൽ പോലെ വഖഫല്ല മുനമ്പം ഭൂമി എന്ന് വ്യക്തമാകുന്ന ഒന്നാമത്തെ റീസൺ ഈ ഡീഡിൽ തന്നെയുണ്ട്. ഇനി ഒന്ന് വായിച്ചു നോക്കൂ. 1947 ഭാഗാധാരം, 48 തീരാധാരം. സിദ്ദിഖ് സേട്ടു അബ്ദുൾ സത്താർ സേട്ടുവിൻ്റെ അനന്തരവനാണെന്നും മരുമകനാണെന്നും ഒക്കെ പലരും പറയുന്നുണ്ട്. ഒരിക്കലുമല്ല എന്ന് വ്യക്തമാണ്. അദ്ദേഹം വെറും ഒരു റിസീവർ മാത്രമായിരുന്നു, കെയർ ടേക്കർ മാത്രമായിരുന്നു. ആമിന, 6 വയസ്സുള്ള ആമിന, ബാപ്പയായ മൂസ സേട്ട് മരിക്കുമ്പോൾ 6 വയസ്സുള്ള ആമിനയുടെ കെയർ ടേക്കറായി, അതുപോലെ വസ്തുക്കളുടെ എല്ലാം റിസീവറായി കോടതി നിയോഗിച്ചയാളാണ്. പക്ഷേ എങ്ങനെയാണ് 47 ഭാഗാധാരം നടത്തുന്നത്? ആ ഭാഗാധാരം വഴി മൂസ സേട്ടുവിൻ്റെ 4 സഹോദരിമാരിൽ ഒരാളായ രംബുബായിക്ക് കിട്ടിയ വസ്തുവകകളിൽ ഒരു ഭാഗം സിദ്ദിഖ് സേട്ടുവിന് തീരാധാരമായി നൽകുന്നു. വിറ്റതായി കാണിച്ചുകൊണ്ട് 48 രേഖയുണ്ടാകുന്നു. ഈ ആമിനയ്ക്ക് അവകാശമുണ്ട് ഇതിലെല്ലാം. 8ൽ 4 ഭാഗം ആമിനയ്ക്ക് കൊടുക്കുന്നു എന്നൊക്കെ അതിൽ കാണുന്നുണ്ടെങ്കിലും പ്രായപൂർത്തിയാകുമ്പോൾ അവൾക്ക് വ്യവഹാരത്തിലേക്ക് പ്രവേശിക്കാൻ, കേസ് കൊടുക്കാൻ അവൾക്ക് അവകാശമില്ലേ? അങ്ങനെ ഒരവകാശം നിലനിൽക്കെ എങ്ങനെയാണ് ഈ ഭൂമി വഖഫായി നൽകാൻ സിദ്ദിഖ് സേട്ടുവിന് സാധിക്കുക? അപ്പോൾ വഖഫായി നൽകണമെങ്കിൽ അത് പൂർണ്ണമായും സ്വതന്ത്രമായുമായിട്ടുള്ളൊരു വസ്തുവായിരിക്കണം. അങ്ങനെ സ്വാതന്ത്ര്യമില്ലാത്തൊരു വസ്തു വക്കീഫിന് എങ്ങനെ വഖഫായി നൽകാൻ കഴിയും? ഇങ്ങനെ വഖഫല്ല എന്ന് തെളിയിക്കുന്ന ഇഷ്ടം പോലെ
തെളിവുകളുണ്ട്. അങ്ങനെയുള്ള തെളിവുകൾ ഉള്ളപ്പോൾ എന്തിനാണ് ഒരു വാക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം, വാക്കുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം വഖഫാകില്ല എന്ന് കോടതി വിധി ഓൾറെഡി കോടതി വിധി ഉണ്ടായിട്ടുണ്ട് എന്നോർക്കണം. അപ്പോൾ അതെല്ലാം വളരെ പ്രകടമായി നിൽക്കെ എന്തിനാണ് ഈ കൊള്ളയടിക്കൽ നടത്തുന്നത്? എന്തിനാണ് ഈ കൊള്ളയടി സംഘത്തിന് നിയമത്തിൻ്റെ പരിരക്ഷ നൽകിയിട്ടുള്ളത്? അതുകൊണ്ട് സത്യത്തിൽ ആത്മാർത്ഥതയുള്ള സർക്കാർ ചെയ്യേണ്ടത്, ഒന്ന്, ഈ മുനമ്പം ഭൂമി വഖഫ് അല്ല എന്ന് വ്യക്തമായി പ്രഖ്യാപിക്കാൻ തക്ക വിധത്തിൽ ജുഡീഷ്യൽ കമ്മീഷന് അന്വേഷണ അധികാരം നൽകണം. രണ്ട്, നിയമം, വഖഫ് ആക്ട് തന്നെയാണ് ഈ ദുരന്തങ്ങൾക്കെല്ലാം കാരണം. വഖഫ് ആക്ട് ഭേദഗതി ചെയ്യേണ്ടത് ഏതെല്ലാം നമ്പറുകൾ എന്ന് കൃത്യമായി പറയുകയും ഭേദഗതി നടപ്പിലാക്കുകയും ചെയ്യാനായി കേന്ദ്ര സർക്കാരിന് ബദൽ ഭേദഗതി രേഖ സർക്കാർ സമർപ്പിക്കണം. ഒപ്പം പ്രതിപക്ഷ കക്ഷികളും സമർപ്പിക്കണം. വഖഫ് ആക്ടിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് മുനമ്പം ഭൂമിയെ രക്ഷിക്കും എന്ന് പറയുന്നവർ തികച്ചും ആത്മാർത്ഥതയില്ലാത്ത വാചോപാഠങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.